വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉലർന്നു കിടക്കുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. പലപ്പോഴും നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ ഉടനെ പറയും എനിക്ക് വേണ്ട. അതെന്താ? അതൊരു മാതിരി കുഴങ്ങിയിരിക്കല്ലേ. ഈ കുഴച്ചിലാണോ നിങ്ങളുടെ പ്രശ്നം? വഴിയുണ്ട് കേട്ടോ. ഈ കുഴച്ചിലൊന്നും ഇല്ലാതെ നല്ല ഉലർന്നു കിടക്കുന്ന രീതിയിൽ എങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം? നമുക്കിന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലർന്നു കിടക്കുന്ന കുഴകുഴ പോലെ ഇരിക്കാത്ത അടിപൊളിയായിട്ടുള്ള മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെണ്ടക്കായ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ജസ്റ്റ് ഓവറായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചു നീക്കണം. എങ്കിലാണ് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരുമാതിരി കുഴങ്ങിയിരിക്കും. ഇനി ഇതിന്റെ രണ്ട് ഭാഗവും രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ാണ് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് മെഴുക്കുവരട്ടിയാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ചുമന്നുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വഴുവഴുപ്പിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ടി പിടിച്ചിരിക്കാനുള്ള, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഉപ്പ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കും. മുളകുന്നോ ഉപ്പേരി മുളകുന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ പലപ്പോഴും വെണ്ടയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് വേവിക്കാറുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഇത് വല്ലാതെ കുഴഞ്ഞു പോകും. അതിന് പകരം നിങ്ങൾ തുറന്നു വെച്ച് വേവിക്കും. വെണ്ടയ്ക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തുറന്നു വെച്ചാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാനും പാടില്ല, വെള്ളം നനവ് വെണ്ടയ്ക്കയിൽ ഉണ്ടാവാനും പാടില്ല കേട്ടോ. അതുപോലെ അടച്ചു വെക്കരുത്. ഇത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ വെണ്ടയ്ക്ക ഒട്ടും നന്നായിരിക്കില്ല. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നല്ലതുപോലെ ഉലർന്നു കിടക്കുന്നുണ്ട്. കുഴഞ്ഞു പോവുകയോ അതുപോലെ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലർന്നു കിടക്കുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കിട്ടും. മാത്രമല്ല വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.